എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററിലെ 8ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഒരു ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലമാണ്. നമ്മൾ പ്രിസത്തിൻ്റെ സിലിണ്ടറിലേക്ക് വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. വോളിയം ഓഫ് ദി സിലിണ്ടർ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് എന്നുള്ള ഫോമിലേക്ക് പഠിച്ചിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള 2 പ്രോബ്ലമാണ്. ദി ബേസ് റേഡിയൈ ഓഫ് 2 സിലിണ്ടേഴ്സ് ഓഫ് സെയിം ഹൈറ്റ് ആർ ഇൻ ദ റേഷ്യോ 3:4. ഒരേ ഹൈറ്റുള്ള ഒരേ ഉയരമുള്ള 2 സിലിണ്ടേഴ്സിന്റെ ബേസ് റേഡിയസ് റേഡിയൈ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ പ്ലൂറലാണ്. അപ്പോൾ ബേസ് റേഡിയൈ 3:4 എന്ന റേഷ്യോയിലാണ്. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദർ വോളിയംസ്? ഹൈറ്റ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഹൈറ്റുള്ള 2 സിലിണ്ടേഴ്സ് ആണ്. അതിന്റെ ബേസ് റേഡിയസ് 3:4 എന്ന റേഷ്യോ ആണ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി റേഷ്യോ ഓഫ് ദർ വോളിയംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ക്വാണ്ടിറ്റീസ് ഒന്ന് എഴുതാം. 2 സിലിണ്ടർ, ഒരു സിലിണ്ടർ R1, ഒന്നാമത്തേക്ക് നമുക്ക് R1 ഹൈറ്റ് റേഡിയസും ഹൈറ്റ് എച്ച്, കാരണം രണ്ടിനും സെയിം ഹൈറ്റ് ആണ്. രണ്ടാമത്തേന്റെ റേഡിയസ് R2 ഹൈറ്റ് എച്ച് അല്ലേ, രണ്ടിനും ഒരേ ഹൈറ്റ് ആണ്, റേഡിയസ് വ്യത്യാസമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് R1:R2 ഈസ് 3:4. R1:R2 3:4 ആണ്. H1 ഉം H2 H തന്നെയാണ്, രണ്ടിനും ഒരേ ഹൈറ്റ് ആണ്. V1:V2, അതായത് V1 ഉം V2 തമ്മിലുള്ള അംശബന്ധ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. V1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിലിണ്ടറിന്റെ വോളിയം, അതായത് പൈ ആർ സ്ക്വയർ എച്ച് ആണ് വോളിയം. അപ്പോൾ ഒന്നാമത്തെ ആയതുകൊണ്ട് R1²H. അപ്പോൾ പൈ R1²H1 ആണ് ഒന്നാമത്തെ വോളിയം. രണ്ടാമത്തെ വോളിയം പൈ R2²H2. R1 ഉം R2, R1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ റേഡിയസ്, R2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റേഡിയസ്, H1 എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഹൈറ്റ്, H2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഹൈറ്റ്. അപ്പോൾ പൈ R1²H1 ഈസ് ടു പൈ R2²H2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V1:V2 ഈസ് ഈക്വൽ ടു പൈ R1²H1 ഈസ് ടു പൈ R2²H2. R1ന്റെ സ്ഥാനത്ത് നമുക്ക് എത്ര കൊടുക്കാം? R1:R2 3:4. അപ്പോൾ R1ന്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, എന്തൊരു നോക്കിയേ, പൈ 3² പൈ ഇൻറ്റു 3² ഇൻറ്റു H1ന്റെ സ്ഥാനത്ത് H തന്നെയാണ്, ഈസ് ടു പൈ ഇൻറ്റു R2ന്റെ സ്ഥാനത്ത് നമുക്ക് 4 കൊടുക്കാം, 4. അപ്പോൾ R2ന്റെ സ്ഥാനത്ത് 4² H2ന്റെ സ്ഥാനത്ത് H തന്നെ. അപ്പോൾ നോക്കിയേ, പൈ ഇൻറ്റു 3² ഇൻറ്റു H ഈസ് ടു പൈ ഇൻറ്റു 4² ഇൻറ്റു H. അതായത് R1ന്റെ സ്ഥാനത്ത് 3 കൊടുത്തു, H1ന്റെ സ്ഥാനത്ത് H തന്നെ. R2ന്റെ സ്ഥാനത്ത് 4 കൊടുത്തു, H2ന്റെ സ്ഥാനത്ത് H തന്നെ. അപ്പോൾ അതിൽ പൈയും കോമൺ ക്യാൻസൽ ചെയ്യാം, എച്ചും കോമൺ, കാരണം അംശബന്ധം എഴുതുമ്പോൾ കോമൺ ഫാക്ടർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പൈയും എച്ചും പോയി, ബാക്കി എന്തുണ്ട്? 3² ഈസ് ടു 4². 3² എന്ന് പറഞ്ഞാൽ എന്താണ്? 9:16. അതായത് ഒരേ ഹൈറ്റുള്ള 2 സിലിണ്ടേഴ്സിന്റെ വോളിയം അവയുടെ റേഡിയസുകളുടെ സ്ക്വയേഴ്സിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. R1²R2² ആയിരിക്കും V1:V2. അപ്പോൾ V1:V2 എന്ന് പറയുന്നത് 3:4ന്റെ സ്ക്വയർ 9:16. ക്ലിയർ ആയോ? അപ്പോൾ ഒരേ ഹൈറ്റുള്ള 2 സിലിണ്ടർ, അതിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ അറിയാമെങ്കിൽ വോളിയം തമ്മിലുള്ള റേഷ്യോ ആ റേഡിയസ് തമ്മിലുള്ള റേഷ്യോയുടെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 3² 4². അപ്പോൾ 3² എന്ന് പറഞ്ഞാൽ 3 × 3 9, 4² എന്ന് പറയുന്നത് 4 × 4 16. അപ്പോൾ 9:16 ആണ് റേഷ്യോ ഓഫ് ദർ വോളിയംസ്. മറ്റൊരു പ്രോബ്ലം, ടെക്സ്റ്റ് ബുക്കിലെ 4th പ്രോബ്ലം ആണ്. ദി ബേസ് റേഡിയൈ ഓഫ് 2 സിലിണ്ടേഴ്സ് ആർ ഇൻ ദി റേഷ്യോ 2:3. 2 സിലിണ്ടേഴ്സിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ, അതായത് ഒന്നാമത്തെ റേഡിയസ് R1 ഉം രണ്ടാമത്തെ റേഡിയസ് R2 തമ്മിലുള്ള റേഷ്യോ 2:3. ആൻഡ് ദർ ഹൈറ്റ്സ് ആർ ഇൻ ദി റേഷ്യോ 5:4. H1:H2 അത് 5:4 ആണ്. അപ്പോൾ റേഡിയസും വ്യത്യസ്തമാണ്, ഹൈറ്റും വ്യത്യസ്തമാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദർ വോളിയംസ്? ഇപ്പം ചെയ്ത പോലെ വോളിയം തമ്മിലുള്ള റേഷ്യോ കാണണം. പിന്നെ ഒരു പാർട്ട് കൂടി ഉണ്ട്. ഇഫ് ദി വോളിയം ഓഫ് ദി സ്മോളർ ഈസ് 720 cm3, വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ലാർജർ? ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ക്വസ്റ്റിന് ഒന്ന് നോക്കിക്കേ, കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ ഏകദേശം വരും. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2 സിലിണ്ടേഴ്സ്, ഒന്നാമത്തെ റേഡിയസ് R1, രണ്ടാമത്തെ റേഡിയസ് R2 ഇവിടെ എടുത്ത മാതിരി. R1:R2 2:3.
ഒന്നാമത്തേതിന്റെ ഹൈറ്റ് h1, രണ്ടാമത്തേതിന്റെ ഹൈറ്റ് h2. അപ്പൊ ഇവിടെ h1 h2 ഈക്വൽ അല്ല, h1 ഈസ്റ്റു h2 5:4. അപ്പൊ h1 ഈസ്റ്റു h2 5:4, r1 ഈസ്റ്റു r2 2:3. നമുക്ക് ആദ്യത്തെ പാർട്ട് എന്താണ്? വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ വോളിയംസ്. അപ്പൊ ആദ്യത്തെ പോലെ ഒന്നാമത്തേതിന്റെ കൂടെ എന്തായിരിക്കും? ഒന്നാമത്തേതിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ പൈ r1 സ്ക്വയർ h1. രണ്ടാമത്തെ കൂടെയോ പൈ r2 സ്ക്വയർ h2. ഇവിടത്തെ പോലെ തന്നെ പൈ r1 സ്ക്വയർ h1 പൈ r2 സ്ക്വയർ h2. അപ്പൊ v1 ഈസ് ടു v2 ഈസ് ഈക്വൽ ടു പൈ r1 സ്ക്വയർ h1 ഈസ് ടു പൈ r2 സ്ക്വയർ h2. r1 ഒന്നാമത്തേന്റെ റേഡിയസ്, r2 രണ്ടാമത്തേന്റെ റേഡിയസ്, h1 ഒന്നാമത്തേന്റെ ഹൈറ്റ്, h2 രണ്ടാമത്തേന്റെ ഹൈറ്റ്. അങ്ങനെ സിനിമ കാണിക്കാൻ വേണ്ടിയാണ് സഫിക്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കുക, r1 ഈസ് ടു r2 പകരം നമുക്ക് 2:3 എന്ന് എഴുതാം. അപ്പൊ r1 പകരം 2 എന്നും r2 പകരം 3 എന്ന് കൊടുക്കാം. h1 പകരം 5 എന്നും h2 പകരം 4 എന്നും കൊടുക്കാം. അപ്പൊ നോക്കാം എന്ത് വരും? പൈ ഇൻറ്റു 2 സ്ക്വയർ, r1 സ്ഥാനത്ത് 2 ഇൻറ്റു h1 സ്ഥാനത്ത് 5. അപ്പൊ പൈ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 5 ഈസ് ടു പൈ ഇൻറ്റു r1 സ്ഥാനത്ത് 3, h2 സ്ഥാനത്ത് 4. അപ്പൊ 3 സ്ക്വയർ ഇൻറ്റു 4. അപ്പൊ അവിടെ നോക്കിക്കേ, പൈ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 5 പൈ ഇൻറ്റു 3 സ്ക്വയർ, 3 ഇൻറ്റു 3 9 ആണ്. 4 ഒരുപോലുള്ള കോമൺ ഒക്കെ ക്യാൻസൽ ചെയ്യാം. ഒരു 4 ക്യാൻസൽ ചെയ്യാം, പൈ ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? 5:9. അപ്പോ റേഷ്യോ ഓഫ് ദിയർ വോളിയംസ് v1 ഈസ് ടു v2 5:9. പറഞ്ഞ ക്ലിയർ ആയോ? അപ്പോ ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ കിട്ടി. വോളിയം തമ്മിലുള്ള റേഷ്യോ 5:9 ആണ്. ഇനി എന്ത് വേണം? ഇതിൽ ചെറുത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആയിരിക്കുമല്ലോ ചെറുത്. കാരണം ഒന്നാമത്തെ വോളിയം 5:9 എന്നാ. അപ്പൊ ഒന്നാമത്തെ വോളിയാണ് ചെറുത്. അപ്പൊ സ്മോളർ വണ്ണിന്റെ വോളിയം 720 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ v1 ആണ് 720. അപ്പൊ v1 സ്ഥാനത്ത് 720 കൊടുക്കാം, v2 കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം, v1 ഈസ് ടു v2 5:9. അത് നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ v1 ബൈ v2, v1 ഈസ് ടു v2 ആണ് 5:9. അപ്പൊ v1 ബൈ v2 എന്ന് പറയുന്നത് 5/9. v1 ബൈ v2 5/9. v1 സ്ഥാനത്ത് എത്രയാണ്? ഇറ്റ് ഈസ് ഗിവൺ 720. അപ്പൊ 720 ബൈ v2 നമുക്കറിയില്ല, 5/9. അപ്പൊ v2 കണ്ടുപിടിക്കാലോ. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ ഇവിടുത്തെ ന്യൂമറേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇവിടുത്തെ ന്യൂമറേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈക്വൽ ആയിരിക്കും. അപ്പൊ v2 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 720. അതായത് 5v2 ഈക്വൽ ടു 720 ഇൻറ്റു 9 തോന്നുന്നു. അപ്പൊ v2 എന്ന് പറയുന്നത് 720 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 5. അപ്പൊ ഇത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 720 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 144 വരും. 144 ഇൻറ്റു 9 1296 സെന്റിമീറ്റർ ക്യൂബ് ആണ് രണ്ടാമത്തെ വോളിയം. അപ്പോ രണ്ടാമത്തെ പാർട്ട് ആൻസർ ഇതാണ്. ഒന്നാമത്തെ വോളിയം ചെറിയതിന്റെ വോളിയം 720 സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ രണ്ടാമത്തെ വോളിയം 1296 സെന്റിമീറ്റർ ക്യൂബ് ആണ്. പറഞ്ഞ ക്ലിയർ ആയല്ലോ? അതായത് വോളിയം തമ്മിലുള്ള റേഷ്യോ 5:9 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ചെറുതിന്റെ വോളിയം 720 ആണ്. അപ്പോ 5 പാർട്ട് 720 ആണെങ്കിൽ 9 പാർട്ട് എത്ര, അങ്ങനെ മനക്കണക്കായിട്ടും കൂട്ടി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ രണ്ട് പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. രണ്ടും വോളിയത്തിന്റെ റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാണ്, സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇത് രണ്ടും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.